ഹലോ എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീ ആംബിൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ് പഠിച്ചത്. അതിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രീ ആംബിൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി. അതായത് പ്രീ ആംബിൾ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം, പക്ഷെ പ്രീ ആംബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിനു മുൻപേയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട്, KAS മാത്രമല്ല മറ്റ് കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഈ ഒരു KAS ഇൻസൈറ്റ്സ് എന്ന ചാനലിൽ ലഭ്യമാണ്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട്, അതായത് റാങ്ക് ഫയലിൽ നിന്നും മറ്റും പഠിക്കുന്നത് പോലെയല്ല, വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ്, എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് കൂടി ഓർക്കുക. അപ്പം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിയാമ്പിളിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ലൈഡ് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീ ആംബിളിനെ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. അതായത് ഞാനിവിടെ പ്രീ ആംബിളിന്റെ റോ ഫോമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രീ ആംബിൾ ഇത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡ് കണ്ടതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ആ 4 ഭാഗങ്ങളാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ ഭരണഘടന ആരാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്, ഉണ്ടാക്കിയത് ആരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ സെന്റൻസ് എടുത്താൽ മനസ്സിലാവും, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ആരാണ് ഭരണഘടന ഉണ്ടാക്കിയത് എന്നാണ് ഫസ്റ്റ് സെന്റൻസ് പറയുന്നത്. ആരാണ് ഭരണഘടന ഉണ്ടാക്കിയത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യയിലെ ജനങ്ങളാണ് ഭരണഘടന ഉണ്ടാക്കിയത് എന്നാണ് പ്രിയാമ്പിളിലെ ആദ്യത്തെ സെന്റൻസ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കുറച്ച് മെമ്പേഴ്സ് കൂടി ചേർന്നിട്ടാണ് 299 അംഗങ്ങളുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഈ ഒരു ഭരണഘടന ഉണ്ടാക്കിയത്. പിന്നെന്തുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത്? കാരണം ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന 299 പേര് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിനിധികളാണ്. അപ്പൊ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുവിട്ട നമ്മുടെ പ്രതിനിധികളാണ്. അതുകൊണ്ടാണ് ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളാണെന്ന് പറയുന്നത്. അപ്പൊ ഭരണഘടനയുടെ പവർ എവിടെ നിന്നാണ് വരുന്നത്? അധികാരം അല്ലെങ്കിൽ പവർ എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മൾ ജനങ്ങളാണ് ഭരണഘടനയ്ക്ക് പവർ കൊടുക്കുന്നതെന്ന് ഓർത്തു വെക്കണം. അതായത് ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഉയർത്തിപ്പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പവർഫുൾ ആയ ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറ്റിസൺസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അത് രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആരുമല്ല. ഇന്ത്യയിൽ ഏറ്റവും പവർഫുൾ ആയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളാണ്, അതായത് നമ്മളാണ്. ഈ നമ്മളുടെ പ്രതിനിധികളായിട്ടാണ് ആൾക്കാർ എവിടെ പോകുന്നത്? നമ്മൾക്ക് ഇവിടെ കൃത്യമായ ഭരണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ റിസോഴ്സസിനെ അല്ലെങ്കിൽ നമ്മുടെ ലഭ്യമായ സാധനങ്ങളെ, നമ്മുടെ വരുമാനത്തെ എല്ലാം കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ വിവിധ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞുവിടുന്ന ആൾക്കാരാണ് ഈ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അധികാരം ആരുടെ കയ്യിലാണ്? ജനങ്ങളുടെ കയ്യിലാണെന്ന് ഓർത്തുക്കണം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതാണ് സോഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സോഴ്സ് ആരാണ്? അത് ഇന്ത്യയിലെ ജനങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുന്നിരിക്കുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ. അപ്പോൾ ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്ത്യക്കാരാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പം നമ്മൾ അടുത്ത പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വി റിസോൾവ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു, ഇന്ത്യയെ നമ്മൾ സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നേച്ചർ എങ്ങനെയാണെന്നാണ് ഈ ഓരോ വാക്കുകളും പറയുന്നത്. ഓരോ വാക്കുകളും നമുക്ക് വിശദമായിട്ട് എടുത്ത് പരിശോധിക്കാം. അതിനുശേഷം ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ് സിറ്റിസൺ, ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും എന്തോ ഒരു സാധനം കൊടുക്കുന്നുണ്ട്, സെക്യൂർ ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ ചെയ്യുന്നത്? ജസ്റ്റിസ്, നീതി, ലിബർട്ടി, സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി, തുല്യത, ഫ്രറ്റേണിറ്റി, നമ്മൾ എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഫീലിംഗ്, ഫ്രറ്റേണിറ്റി. അപ്പൊ ഈ ഒരു 4 സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, 1 ജസ്റ്റിസ്, നീതി, 2 ലിബർട്ടി, സ്വാതന്ത്ര്യം, 3 ഇക്വാലിറ്റി, 4 ഫ്രറ്റേണിറ്റി. അപ്പം
ആദ്യത്തെ പാർട്ട് ആരാണ് സോഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതാരാണ് ഇന്ത്യയിലെ ജനങ്ങളാണ്. രണ്ടാമത്തെ പാർട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ്, സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. ഓരോ വാക്കുകളും ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പൊ രണ്ടാമത്തെ ഭാഗം ഇന്ത്യ എങ്ങനെയാണ്, നേച്ചർ ഓഫ് ഇന്ത്യ, എങ്ങനെയാണ് ഇന്ത്യ എന്നുള്ളത്. മൂന്നാമത്തത് ഇന്ത്യയിലെ സിറ്റിസൺസിന്, ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഭരണഘടന ഉറപ്പുവരുത്തുന്നത് എന്നുള്ളത്. എന്തൊക്കെയാണ്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ മൂന്നാമത്തെ ഭാഗമായി. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു ഭരണഘടന നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ ഭരണഘടന റെഡിയാവുന്നത്, എന്നാണ് ഈ ഒരു ഭരണഘടന ഇന്ത്യയിലേക്ക് ജനങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതെപ്പോഴാണ്, നവംബർ 26, 1949 പക്ഷെ അത് നിലവിൽ വരുന്നത് ജനുവരി 26, 1950 നമ്മുടെ റിപ്പബ്ലിക് ദിനം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നവംബർ 26, 1949 നമ്മൾ ഭരണഘടനാ ദിനം എന്ന പേരിലാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന തരത്തിലുള്ള 3 വീഡിയോസ് ഉണ്ട്, എങ്ങനെയാണ് ഭരണഘടന നിർമ്മിച്ചത് എന്നുള്ളത്. ആ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അവസാനത്തെ സെന്റൻസ് പറയുന്നത് എന്താ, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി the 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് തന്നെ തരുന്നതാണ് ഭരണഘടന. അതായത് ഇന്ത്യയിലെ ജനങ്ങൾ ഭരണഘടന ഉണ്ടാക്കിയിട്ട് അത് ആർക്കാണ് കൊടുക്കുന്നത്, ജനങ്ങൾക്ക് തന്നെ എടുക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് ഭരണഘടന എന്ന് ഓർത്തു നോക്കുക. അപ്പൊ നമുക്ക് ഭരണഘടനയെ 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യത്തെ ഭാഗം സോഴ്സ്, ഭരണഘടന ആരാണ് ഉണ്ടാക്കിയത്, അത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്, ഇവിടുത്തെ ജനങ്ങളാണ്. രണ്ടാമത്തെ പാർട്ട് ഇന്ത്യയുടെ നേച്ചർ എങ്ങനെയാണ്, നമ്മൾ ഭരണഘടന ഉണ്ടാക്കി, ആ ഒരു ഭരണഘടനയിൽ നമ്മൾ ഇന്ത്യ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. അടുത്തത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭരണഘടന എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തുന്നത്. ഒന്ന് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, 4 കാര്യങ്ങൾ. അതിനുശേഷം നാലാമത്തെ ഭാഗം എന്നാണ് ഈ ഒരു ഭരണഘടന ജനങ്ങൾക്ക് നൽകിയത്. അതെപ്പോഴാണ്, 26th day of November 1949 1949 നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുക എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം സോഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കും. നമ്മുടെ ഭരണഘടനയുടെ സോഴ്സ് അല്ലെങ്കിൽ ഭരണഘടന ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വി പീപ്പിൾ ഓഫ് ഇന്ത്യ ആണെന്ന് ഓർത്തു വെക്കണം. നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. അതുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ആ ഒരു കാര്യത്തിന് മേലെ യാതൊരു സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് രണ്ടാമത്തെ കാര്യം. ഇന്ത്യയുടെ നേച്ചർ എങ്ങനെയാണ് ഇന്ത്യയുടെ രാജ്യം, നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. ആ ഒരു ഭരണഘടന ഇന്ത്യയെ എങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത്, ഇന്ത്യ എങ്ങനെയുള്ള ഒരു രാജ്യമാണ് എന്നാണ് രണ്ടാമത് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നിരിക്കുന്നത് കുറച്ച് ടാഗുകളാണ്, അതായത് കീവേഡുകളാണ്. അപ്പോൾ ആ ഒരു കീവേഡിന്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാകേണ്ടതാണ്. ഒന്നാമത്തത് സോവറിൻ. എന്താണ് സോവറിൻ? സോവറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതായിട്ടില്ല. അതായത് ഇന്ത്യയെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു നിയമം നടപ്പിലാക്കണം, അതിന് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ അനുമതി തേടുകയോ മറ്റൊരു സംഘടനയുടെ അനുമതി തേടേണ്ടതോ ആവശ്യമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെയും അഭിപ്രായം തേടേണ്ടതില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ സോവറിൻ എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ വെച്ചിട്ടുള്ളത്? കാരണം അതായത് ബ്രിട്ടന്റെ കീഴിൽ നമ്മൾക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ബ്രിട്ടൻ പണ്ട് ഓഫർ ചെയ്തിരുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടോ? പക്ഷെ എന്ത് സംഭവിക്കും, ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അതിനെ വെട്ടാനുള്ള അധികാരം, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അതിനെ ഒഴിവാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ മുകളിലുള്ള ബ്രിട്ടൻ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ എന്താക്കി, ആ ഒരു കാര്യം കൃത്യമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞു. എന്താണ്? ഇന്ത്യ സോവറിൻ ആണ്. ഇന്ത്യ സോവറിൻ ആണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് തീരുമാനങ്ങൾ എടുക്കാൻ മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ല. ഇന്ത്യയിൽ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിന്റെയോ മറ്റൊരു സംഘടനയുടെയോ അഭിപ്രായം തേടേണ്ടതില്ല, അവരുടെ താല്പര്യത്തിനനുസരിച്ചൊന്നും അനുമതി തേടേണ്ടതില്ല. അപ്പൊ സോവറിൻ മനസ്സിലായിട്ട് വന്നിരിക്കും. നമ്മുടെ രാജ്യത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നമ്മുടെ രാജ്യത്തിന് മാത്രമാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തത് സോഷ്യലിസ്റ്റ്. അപ്പൊ ഈ ഒരു സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പദം
നമ്മുടെ ഭരണഘടനയിൽ, അതായത് ആദ്യം ഭരണഘടന ഒപ്പിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഭരണഘടന വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ ആൾക്കാർക്കും എല്ലാത്തരം റിസോഴ്സസും ഒരുപോലെ ലഭ്യമാക്കുക എന്നുള്ളതാണ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മുടെ രാജ്യത്ത് ഭൂമിയുണ്ട്, ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഓപ്പർച്യൂണിറ്റി അവസരങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസോഴ്സുകളെല്ലാം ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കുക എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്കറിയാം സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലിസം എന്ന കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എവിടെ? നമ്മളുടെ എക്കണോമിക് മോഡൽ എടുക്കുന്ന സമയത്ത് നമ്മൾ എക്കണോമി എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോഷ്യലിസം, ക്യാപിറ്റലിസം, പിന്നെ എങ്ങനെയാണ് നമ്മൾ മിക്സഡ് എക്കണോമി എന്ന് പറയുന്ന സിസ്റ്റം എടുത്തിരുന്നത്. അപ്പൊ ആ ഒരു ടേം തന്നെയാണ് സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റിസോഴ്സസ് എല്ലാം തന്നെ എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം. അതായത് ഇവിടെ ഭൂമിയുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമീന്ദാർമാരുടെ കയ്യിൽ അല്ലെങ്കിൽ വലിയ ഭൂ ഉടമകളും ഭൂമി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരും ഉള്ള ഒരു രാജ്യമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഈ ഭൂമി ഉൾപ്പെടെയുള്ള റിസോഴ്സസുകൾ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ലഭ്യമായ എല്ലാ വിഭവങ്ങളും അത് എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ട് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഇടിയുള്ള രാജ്യമാണെന്നുള്ളതാണ്. അപ്പൊ അത് സോഷ്യലിസ്റ്റും സെക്യുലർ എന്നീ രണ്ട് പദങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് കൂട്ടിച്ചേർത്താണ്. അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പദം വളരെ പരിചയമാണ്. കാരണം എന്തുകൊണ്ടാ? ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. അപ്പൊ എന്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ തലവൻ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. ഈ ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളാണ്. ഒരു നിശ്ചിത കാലാവധിയിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളാണെങ്കിൽ അതിനെ റിപ്പബ്ലിക് എന്ന് വിളിക്കും. അപ്പൊ ഇതിന് നേരെ വിപരീതം എന്താ? നമുക്ക് ബ്രിട്ടനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താവും? അവിടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കിങ് ആണ് അല്ലെങ്കിൽ ക്യൂൻ ആണ്, രാജ്ഞിയാണ്. അപ്പൊ രാജ്ഞി എങ്ങനെയാ? ഹെറിഡിറ്ററി ആണ്. രാജ്ഞിയുടെ അധികാരം അടുത്ത ആളാരാ വരിക? രാജ്ഞിയുടെ മകനോ മകളോ ആരാണെന്ന് വെച്ചാലാണ് വരിക. അപ്പൊ ഇത്തരത്തിലാണ് അവിടെ അധികാരം മാറുന്നത്. അപ്പൊ അതിനെ നമുക്ക് റിപ്പബ്ലിക് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോ നമ്മളെ രാജ്യത്ത് റിപ്പബ്ലിക് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രപതി. അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു നിശ്ചിത കാലാവധിയിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളാണ് എന്നാണ് അർത്ഥം. അപ്പൊ സോവറീൻ മനസ്സിലായി. എന്താണ്? ഇവിടെ രാജ്യത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പുറത്തുള്ള ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. സോഷ്യലിസ്റ്റ് മനസ്സിലായി. എന്താണ്? നമ്മുടെ രാജ്യത്തുള്ള വിഭവങ്ങൾ വീതം വെക്കുന്ന സമയത്ത് അത് ജനങ്ങളിലേക്ക് തുല്യമായിട്ട് ലഭ്യമാക്കുന്ന രീതി. റിപ്പബ്ലിക് മനസ്സിലായി. എന്ത്? നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് രാജാവോ ഒന്നുമല്ല, ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു നിശ്ചിത കാലാവധിയിലേക്ക് അവിടെ ഉണ്ടാവും. അതിനുശേഷം അദ്ദേഹം ഇറങ്ങും, പുതിയൊരാളെ നമ്മൾ വീണ്ടും തെരഞ്ഞെടുത്തോളും. മറിച്ച് അദ്ദേഹം ഹെറിഡിറ്ററി ഒന്നുമല്ല. അടുത്തത് സെക്യുലർ എന്ന് പറയുന്ന പദവും നമ്മുടെ ഭരണഘടനയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് കൂട്ടിച്ചേർത്താണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മതങ്ങൾ, അതായത് സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യം ഒരു പ്രത്യേക മതത്തെ അവരുടെ ദേശീയ മതമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മിഡിൽ ഈസ്റ്റ് കൺട്രികളെ നോക്കിക്കഴിഞ്ഞാൽ മതി, അതായത് ഗൾഫ് കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇസ്ലാം മതത്തെ അവരുടെ രാജ്യത്തിന്റെ മതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ ഒരു പ്രത്യേക മതത്തെ നമ്മൾ ദേശീയ മതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മതമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. മറിച്ച് നമ്മൾ എല്ലാ മതത്തെയും തുല്യമായിട്ട് പരിഗണിക്കുകയും എല്ലാ മതത്തെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതായത് എല്ലാ മതത്തെയും തുല്യമായിട്ട് പരിഗണിക്കുകയും എല്ലാ മതത്തെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിനെയാണ് സെക്യുലർ കൺസെപ്റ്റ്. സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് മതങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ അഫയേഴ്സും റിലീജിയസ് അഫയേഴ്സും തമ്മിലുള്ള, അതായത് ഭരണപരമായ കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും തമ്മിലുള്ള അകൽച്ചയുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെക്യുലറിസം എന്ന് വിളിക്കും. രണ്ടും കൂടെ മിക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ സെക്യുലറിസം എന്ന് വിളിക്കില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സെക്യുലർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക മതത്തെ ദേശീയ മതമായിട്ട് എടുക്കുകയില്ല, മറിച്ച് എല്ലാ മതങ്ങളെയും തുല്യരായിട്ട് പരിഗണിക്കും, എല്ലാ മതങ്ങളെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഹജ്ജ് സബ്സിഡി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൈലാസിൽ മാനസരോവർ യാത്ര പോകുന്നതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്, കുംഭമേള നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പൈസ ചെലവിടുന്നുണ്ട്, ശബരിമലയിൽ പോലീസ് പ്രൊട്ടക്ഷനും മറ്റുമൊക്കെ ആയിട്ട് ഗവൺമെന്റ് പൈസ ചെലവിടുന്നുണ്ട്. അപ്പൊ എല്ലാ മതങ്ങളെയും സപ്പോർട്ട് ചെയ്യാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രാജ്യം ചെയ്യുന്നത്. ഇതിനെയാണ് സെക്യുലർ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക മതത്തെ മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യുകയോ ഒരു പ്രത്യേക മതത്തെ ഉയർത്തിപ്പിടിക്കുകയോ ഇല്ല. അപ്പൊ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവിധ ആൾക്കാർക്കും അവരവരുടെ മതങ്ങൾ
കൊണ്ടുപോകാനുള്ള അവകാശങ്ങളും നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോവറിൻ മനസ്സിലായി, സോഷ്യലിസ്റ്റ് മനസ്സിലായി, റിപ്പബ്ലിക് മനസ്സിലായി, സെക്യുലറും മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡെമോക്രാറ്റിക് നാഷൻ. ഡെമോക്രസീനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ജനാധിപത്യമാണ്. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം എന്താണ്, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അതായത് സോവറിൻ ആണ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേറൊരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. സോഷ്യലിസ്റ്റ് ആണ്, നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ എല്ലാ ജനങ്ങൾക്കും തുല്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ രാജ്യം ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിപ്പബ്ലിക് ആണ്, നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് എലക്റ്റഡ് ആളാണ്, തെരഞ്ഞെടുത്ത ആളാണ്, അദ്ദേഹത്തിന്റെ നിശ്ചിത കാലാവധിയാണ്, അദ്ദേഹം ഹെറിഡിക്ടറി അല്ല, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകന് എന്ന രീതിയിലല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളാണ്. സെക്യുലർ ആണ്, നമ്മളുടെ രാജ്യം ഒരു പ്രത്യേക മതത്തെ സപ്പോർട്ട് ചെയ്യുകയില്ല, എല്ലാ മതങ്ങളെയും തുല്യരായി പരിഗണിക്കും, എല്ലാ മതങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരുപോലെ. അടുത്തത് ഡെമോക്രാറ്റിക് ആണ്, ഇവിടെ ജനാധിപത്യമാണുള്ളത്, ജനങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. നിശ്ചിത കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭരണാധികാരികൾ ഇറങ്ങിപ്പോവും, വീണ്ടും ജനങ്ങൾ പുതിയൊരു ഭരണാധികാരികളെ തിരഞ്ഞെടുക്കും. ജനാധിപത്യമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ നേച്ചർ എങ്ങനെയാണ് എന്നാണ് പ്രീ ആംബിളിൽ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. നമ്മൾ മൂന്നാമത്തെ ഭാഗമായി തിരിച്ചു. 4 ക്യാപിറ്റലിൽ അക്ഷരങ്ങളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അപ്പൊ ഇതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി. അപ്പോൾ ആ പ്രിയാമ്പിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീതിയെ നമുക്ക് 3ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. സാമൂഹിക നീതി അതായത് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയാം. ജസ്റ്റിസ് കഴിഞ്ഞിട്ട് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ എന്നുണ്ട്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവുന്നതിനെയാണ് നീതി പറയുക. അതായത് ഒരാളോട് പ്രത്യേക തരത്തിൽ പെരുമാറുന്ന സമയത്ത് അതിനെ നമ്മൾ അനീതി എന്ന് പറയും. അപ്പൊ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഇവിടുത്തെ സിറ്റിസൻസിനോട് എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന തരത്തിൽ, ഇത് ഓർക്കേണ്ടത് സിറ്റിസൻസിന് ഉള്ളതാണ്. സെക്യൂർ ടു ഓൾ സിറ്റിസൻസ് എന്നുള്ള. അപ്പോൾ ജസ്റ്റിസ്, നീതി എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റിസൻസിനും നീതിയുണ്ട്. നീതി എന്ന് വെച്ചാൽ എല്ലാ സിറ്റിസൻസിനോടും രാജ്യം ഒരുപോലെ പെരുമാറും. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സാമൂഹിക നീതി എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാത്തരം ആൾക്കാരോടും ഒരുപോലെ പെരുമാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, വളരെ പ്രിലവന്റ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോഴെന്താണ് അവസ്ഥ? സാമൂഹിക നീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ചില ആൾക്കാരെ താഴ്ന്ന വിഭാഗക്കാരായിട്ട് വരും, ചില ആൾക്കാരെ ഉയർന്ന വിഭാഗക്കാരായിട്ട് മാറും. അപ്പൊ അവിടെ നീതിയില്ല. അപ്പോൾ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നു നമ്മുടെ രാജ്യത്തെ ഓരോ സിറ്റിസൻസിനും സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്. അടുത്തത് എക്കണോമിക് ജസ്റ്റിസ്. എക്കണോമിക് എന്ന് വെച്ചാൽ സാമ്പത്തിക നീതി. എന്താണ് ഈ ഒരു സാമ്പത്തിക നീതി എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ പണമുള്ള ആൾക്കാരുണ്ട്, ചില ആൾക്കാർ പണമില്ലാത്ത ആൾക്കാരുണ്ട്. ഇവരോട് ഒരു അനീതി നമ്മുടെ രാജ്യത്ത് പുലർത്തുകയില്ല. അതായത് പണമുള്ളവനെയും പണമില്ലാത്തവനെയും നമ്മുടെ രാജ്യം എന്താക്കും? ഒരുപോലെയാണ് കരുതുക. സിറ്റിസൻസിന് അത്തരത്തിലൊരു അനീതി ഉണ്ടാവില്ല. അടുത്തത് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള നീതി. അപ്പൊ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ചില ആൾക്കാർക്ക് മാത്രമാണ് എന്തുണ്ടായിരുന്നത്? വോട്ടവകാശമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ രാജ്യത്ത് എങ്ങനെയാ? 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ഈ നിശ്ചിത പ്രായം കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും, നമുക്കറിയാം പ്രസിഡന്റ് ആവാനുള്ള പ്രായം 35 വയസ്സാണ്. അപ്പോൾ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അതിൽ നമ്മൾ ഒരാളെയും, ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരുണ്ട്, നിങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ്, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം ഇല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ജസ്റ്റിസ്, നീതിയുണ്ട്. ഏത് തരത്തിലുള്ള 3 നീതി കൊടുക്കാൻ വേണ്ടിയിട്ട്? സാമൂഹിക നീതി, അതായത് ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും പറഞ്ഞ് ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യില്ല. എക്കണോമിക്, സ്വത്തിന്റെ പേരിൽ ആൾക്കാരോട് അനീതി പ്രവർത്തിക്കുകയില്ല. മൂന്നാമത്തത് പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടും ആൾക്കാരോട് അനീതി ഉണ്ടാവുകയില്ല. അപ്പൊ 3 തരത്തിലുള്ള നീതി കൊടുക്കുന്നുണ്ട്. ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പോൾ സിറ്റിസൻസിന് ഒന്നാമത് നമ്മുടെ രാജ്യം കൊടുക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു, ജസ്റ്റിസ് ആണ്, നീതിയാണ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. അപ്പോൾ അടുത്തത് ലിബർട്ടിയാണ്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നുള്ളതിന്റെ മറ്റൊരു അർത്ഥം ലിബർട്ടി. അപ്പൊ ലിബർട്ടി എന്താണ് പറയുന്നത്? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ് എന്നാണ്. അപ്പോൾ തോട്ട്, ലിബർട്ടി ഓഫ് തോട്ട്, നമുക്ക് എന്തും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നമുക്ക് തരും. നമുക്ക് എന്തും ചിന്തിക്കാം. തോട്ട് എന്ന് വെച്ചാൽ ചിന്തിക്കുക, തിങ്ക്, തോട്ട്. അപ്പൊ ലിബർട്ടി ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചിന്തിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യം നമുക്ക് തരുന്നുണ്ട്. അതായത് നീ അങ്ങനെ ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യം നമ്മളെ ഒരാളെയും ജയിലിൽ പിടിച്ചിടുകയില്ല. അടുത്തത് എക്സ്പ്രഷൻ, നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക്
ചിന്തിച്ച കാര്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള, നമുക്കത് പുറത്ത് കാണിക്കാനുള്ള അവകാശമുണ്ട്. നമുക്കിപ്പം രാജ്യത്ത് ഇപ്പം നമ്മുടെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ അറിയാം ഡൽഹിയിലൊക്കെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എക്സ്പ്രസ് ചെയ്യാണ്. അതായത് ഗവൺമെന്റിന്റെ ഒരു തീരുമാനത്തിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അത് എക്സ്പ്രഷൻ ആണ്. പ്രൊട്ടസ്റ്റ് ഒരു എക്സ്പ്രഷൻ ആണ്, ഫോം ഓഫ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, ലിബർട്ടി ഓഫ് ബിലീഫ് ഉണ്ട്. ബിലീഫ് എന്ന് വെച്ചാൽ വിശ്വാസം. അപ്പം നമുക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അടുത്തത് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വിശ്വാസം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ, നമുക്ക് മതത്തിലുള്ള വിശ്വാസത്തെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുക. അതായത് ഒരു പ്രത്യേക ദൈവത്തിൽ വിശ്വസിക്കുക. ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട്, ലിബർട്ടി തരുന്നുണ്ട്, ലിബർട്ടി ഓഫ് ഫെയ്ത്ത് തരുന്നുണ്ട്. അടുത്തത് വർഷിപ്പ് ആണ്. വർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാം, അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ രാജ്യം തരുന്നുണ്ട് എന്നാണ് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഇവിടുത്തെ ഓരോ സിറ്റിസൺസിനും നമ്മുടെ രാജ്യം ലിബർട്ടി, സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എന്തിന്? എന്തും ചിന്തിക്കാനുള്ള, എന്തും എക്സ്പ്രസ് ചെയ്യാനുള്ള, എന്തും വിശ്വസിക്കാനുള്ള, എന്തും പ്രാർത്ഥിക്കാനുള്ള, എന്തും കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ എന്ത് വർഷിപ്പ് ചെയ്യുന്നതിനുള്ള അവകാശം തരുന്നുണ്ട്. അപ്പോൾ ലിബർട്ടി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത് ഇക്വാലിറ്റി ആണ്. ഇക്വാലിറ്റി പറഞ്ഞാൽ തുല്യത. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എല്ലാ ആൾക്കാർക്കും തുല്യതയുണ്ട് സ്റ്റാറ്റസിൽ. നമുക്കറിയാം സ്റ്റാറ്റസ് നമ്മൾ പലതരത്തിലുള്ള, ചില ആൾക്കാർ വലിയ സമ്പന്നരാണ്, ചില ആൾക്കാർ താഴ്ന്നവരാണ്, ചില ആൾക്കാർ ഉയർന്ന ജാതിയാണ്, താഴ്ന്ന ജാതിയാണ്, ചില ആൾക്കാർ വലിയ മതമാണ്, ചില ആൾക്കാർ ചെറിയ മതമാണ്. അപ്പൊ ഇത്തരത്തിലില്ല, എല്ലാ ആൾക്കാരെയും തുല്യരായി കാണുന്നത്, സ്റ്റാറ്റസ് ഒരുപോലെയായി കാണുന്നതാണ് ഒരു തുല്യത നമ്മുടെ രാജ്യം ഓരോ സിറ്റിസൺസിനും ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഓപ്പർച്യൂണിറ്റിയാണ്, അവസരങ്ങൾ. അതായത് ഒരു പ്രത്യേക ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് എന്നൊന്നും നമ്മുടെ രാജ്യത്തില്ല. ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിൽ എല്ലാ തരം ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ എല്ലാ ആൾക്കാർക്കും അവസരം തരുന്നതിന്, അപ്പൊ ഇത്തരത്തിൽ ഈക്വാലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്ത് റിസർവേഷൻ അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. ചില ആൾക്കാർ വളരെ താഴ്ന്ന നിലയിലാണ്, അപ്പൊ ഇത്തരം ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് അവിടെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് റിസർവേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ഡീൽ ചെയ്യും, കാരണം ഫണ്ടമെന്റൽ റൈറ്റിലാണ് റിസർവേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിസർവേഷനെ കുറിച്ചിട്ട് ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ടാവും, നമുക്ക് ചിന്തയിലുണ്ടാവും, ഒന്നിക്ക് റിസർവേഷൻ നല്ലതാണ് അല്ലെങ്കിൽ റിസർവേഷൻ മോശമാണ്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് റിസർവേഷൻ, അത് ശരിക്കും ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് 3 നമ്മൾ പഠിച്ചു. ജസ്റ്റിസ്, നീതി. അടുത്തത് ലിബർട്ടി, സ്വാതന്ത്ര്യം. അടുത്തത് ഇക്വാലിറ്റി, തുല്യത. അടുത്തത് ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നമുക്കറിയാം ഡൈവേഴ്സ് ആണ്, പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മളിവിടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മലയാളികളാണ്. നമ്മുടെ ഭാഷ, വസ്ത്രം എല്ലാം തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴിൽ നിന്നും വ്യത്യാസമാണ്, തമിഴ്നാടിൽ നിന്നും വ്യത്യസ്തമാണ്, തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നിന്നും വ്യത്യാസമാണ്. അതിൻ്റെ അപ്പുറം ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര, ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാ ആൾക്കാരും തമ്മിൽ വളരെയധികം വ്യത്യാസമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരുടെ ഇടയിലും നമ്മളെല്ലാം പരസ്പരം വ്യത്യസ്തരാണ് എന്നുള്ള ഒരു ഫീല് ഓൾറെഡി ഉണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോ തമിഴന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ അവരും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ എല്ലാ ആൾക്കാരും ഒരമ്മ പെറ്റ മക്കളാണ്. ഒരമ്മ പെറ്റ മക്കളാണെന്ന് വെച്ചാൽ ഒരേ രാജ്യത്തിലെ മക്കളാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്നതാണ് ഫ്രറ്റേണിറ്റി. ആ ഒരു ചിന്തയാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പല തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ചിന്ത, ഒരേ രാജ്യത്തുള്ളവരാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ള ചിന്ത കൊണ്ടുവരുന്നതാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യം സിറ്റിസൺസിന് കൊടുക്കുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ജസ്റ്റിസ് ആണ്, നീതിയാണ്. രണ്ടാമത്തത് ലിബർട്ടിയാണ്. മൂന്നാമത്തത് ഇക്വാലിറ്റി, തുല്യതയാണ്. നാലാമത്തത് ഫ്രറ്റേണിറ്റി ആണ്. ആ ഒരു ഫ്രറ്റേണിറ്റി കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. എന്ന് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നാഷൻ. അതായത് നമ്മുടെ ആൾക്കാർക്ക് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ഫീല് വരണമെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് അവരുടേതായൊരു ബഹുമാനം കൊടുക്കണം. മറിച്ച് നമ്മുടെ മലയാളികൾ ഉയർന്നവരാണ്, ബീഹാറികൾ അവർ താഴ്ന്നവരാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവില്ല. മറിച്ച് നമ്മൾ എന്താക്കണം? മലയാളികൾ ബീഹാറിലുള്ള ആൾക്കാരെ ബഹുമാനിക്കണം. നമ്മൾ ബംഗാളി എന്ന് പറഞ്ഞ് അവരെ താഴ്ത്തി കാണാൻ പാടില്ല. അപ്പൊ അവർക്ക് ആ ഒരു ഡിഗ്നിറ്റി, അവരുടേതായ ഒരു സ്റ്റാറ്റസ് ഉയർത്തി കൊടുത്താൽ മാത്രമേ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഫീൽ അവർക്ക് ഉണ്ടാവുകയുള്ളൂ, നമ്മൾക്കും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ ഒരു ഡിഗ്നിറ്റി, ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഡിഗ്നിറ്റി, അതായത് അവന് അതിൻ്റെതായ ബഹുമാനം നമ്മൾ ഓരോ ആൾക്കാരും കൊടുക്കണം എന്നാണ് ഈ ഒരു
ഫ്രറ്റേണിറ്റി ആൻഡ് ഡിഗ്നിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഓരോ ആൾക്കാർക്കും അവരുടേതായ ബഹുമാനം കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഫീൽ വരും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത, എല്ലാവരും ഒന്നാണെന്നുള്ള യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പറ്റും. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ക്വയർ ബ്രാക്കറ്റ് കാണാൻ വേണ്ടി പറ്റും. അതായത് അവിടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ടേം പിന്നീട് കൂട്ടിച്ചേർത്താണ്, അതുകൊണ്ടാണ് ആ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ നാലാമത്തെ ഭാഗം നമ്മൾ ഓൾറെഡി ക്ലിയർ ആണ്. നാലാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന എന്നാണ് നമ്മുടെ ജനങ്ങളിലേക്ക് തന്നതെന്നുള്ള, ജനങ്ങൾ തയ്യാറാക്കി ജനങ്ങളിലേക്ക് തന്നതാണ്. അത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് പ്രിയാമ്പിളിനെ കുറിച്ച് ഒരു കൃത്യമായ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കും. അപ്പൊ ഇനി നിങ്ങൾ ഈ ഒരു പ്രിയാമ്പിൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഞാൻ പറയാം, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ, ആമുഖം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങള് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അതില് നമ്മൾ ഇന്ത്യയെ സോവറിൻ ആണ്, അതായത് നമ്മുടെ രാജ്യത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേറൊരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്വത്ത് സമ്പാദ്യങ്ങളും എല്ലാ വിഭവങ്ങളും എല്ലാ ജനങ്ങൾക്കും നമ്മൾ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. സെക്യുലർ ആണ്. നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിന് നമ്മുടെ മതമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. എല്ലാ മതങ്ങളെയും നമ്മൾ തുല്യമായിട്ട് പരിഗണിക്കും. ഡെമോക്രാറ്റിക് ആണ്. നമ്മുടെ രാജ്യം ജനാധിപത്യ വ്യവസ്ഥയിലുള്ളതാണ്. ഇവിടുത്തെ അധികാരികൾ എന്ന് വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. അടുത്തത് റിപ്പബ്ലിക് ആണ്. നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ. ഇനി സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺ, ഇവിടുത്തെ ജനങ്ങൾക്ക്, അതായത് നമ്മുടെ ഈ ഇത്തരത്തിലൊക്കെ പറഞ്ഞ രാജ്യം നമ്മുടെ ഇവിടുത്തെ പറഞ്ഞ ജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് നീതിയാണ്. എല്ലാവർക്കും സാമൂഹിക നീതിയുണ്ട്. സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയായിട്ട് കാണും. എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്, അതായത് സാമ്പത്തികമായിട്ടും എല്ലാവരെയും ഒരുപോലെ കാണും. പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യതയാണ്. അതായത് ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടോ സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ആൾക്കാരെ തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണുകയില്ല. എല്ലാവരെയും ഒരുപോലെയാണ് കാണുക. ലിബർട്ടി കൊടുക്കുന്നുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എല്ലാ ആൾക്കാർക്കും. എന്തും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, എന്തും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, എന്തും വിശ്വസിക്കാനുള്ള, എന്തിലും പ്രാർത്ഥിക്കാനുള്ള, എന്ത് ആചാരങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അടുത്തത് തുല്യത കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരാൾ താഴ്ന്നവരെന്നോ ഒരാൾ ഉയർന്നവരെന്നോ നമ്മുടെ രാജ്യം പറയില്ല. എല്ലാവർക്കും തുല്യമായ ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഇതിനു വേണ്ടിയിട്ട് തുല്യ അവസരങ്ങൾ കൊടുക്കും. അപ്പോൾ പ്രൊമോട്ട് എമോങ് ദം, എല്ലാവരിലും നമ്മൾ എന്തുണ്ടാക്കും? ഫ്രറ്റേണിറ്റി ഫീലിംഗ് ഉണ്ടാക്കും. എന്താണ് ഫ്രറ്റേണിറ്റി ഫീലിംഗ്? നമ്മൾ പലതരത്തിലുള്ള വ്യത്യാസമുള്ളവരാണെങ്കിലും നമ്മളെല്ലാവരും ഒരേ രാജ്യത്തിന്റെ ഒരമ്മ പെറ്റ മക്കളാണ് എന്നുള്ള ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കും. അതുവഴി നമ്മുടെ രാജ്യം നമ്മളെന്താവും? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ ഉറപ്പുവരുത്തും. നമ്മുടെ രാജ്യത്തിന്റെ ഈ അഖണ്ഡത, ഒന്നിച്ചുള്ളത്, ഏകത നമ്മൾ ഉറപ്പുവരുത്തും. അപ്പൊ ഇത്തരത്തിലുള്ള ഭരണഘടന നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നവംബർ 26, 1949 നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഞങ്ങൾ കൊടുക്കുകയാണ് എന്നാണ് പ്രിയാമ്പിൾ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രിയാമ്പിൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നിരിക്കുന്നു. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ കാര്യം, അവസാനം പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കുക. പ്രിയാമ്പിൾ വളരെ ക്ലിയർ കട്ടായിരിക്കും. ഇനി ഈ ഒരു പ്രിയാമ്പിൾ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഫിലോസഫിയാണ്, റിഫ്ലക്ഷൻ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സോവറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ പല ഭാഗങ്ങളിലും സോവറിൻ ആണെന്ന് കാണിക്കുന്ന ഭാഗമുണ്ടാവും. സോഷ്യലിസ്റ്റ് എന്ന് കാണിക്കുന്ന ഭാഗങ്ങളുണ്ട്, സെക്യുലർ എന്ന് കാണിക്കുന്ന ഭാഗങ്ങളുണ്ട്, ജസ്റ്റിസ്, അത് ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നത്, ലിബർട്ടി, ഇക്വാലിറ്റി, ഇതെല്ലാം നമുക്ക് ഭരണഘടനയുടെ അകത്ത് വിശദമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ ഭാഗങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. അപ്പം ഞാൻ ഇനി എടുക്കാൻ വേണ്ടി പോകുന്ന കുറച്ചുകൂടി പോയിന്റുകൾ പറയാണ്. നമ്മൾ അതിൽ സ്ക്വയർ ബ്രാക്കറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഭരണഘടന എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ മോഡിഫൈഡ് വേർഷൻ ആണ്, മാറ്റം വരുത്തിയ രൂപമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അറിയാം. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് പ്രിയാമ്പിൾ എടുത്തിരിക്കുന്നത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ആദ്യമായിട്ട് പ്രിയാമ്പിൾ വരുന്നത്. അപ്പൊ അമേരിക്കയുടെ ഭരണഘടനയിൽ പ്രിയാമ്പിൾ ഉണ്ട്. ആ ഒരു പ്രിയാമ്പിളിനുള്ള ടേം, അല്ലെങ്കിൽ ആ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ആമുഖം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഭരണഘടനകൾക്കും നമ്മൾ എടുക്കുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പൊ ഇത് ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ള രീതിയിൽ വലിയൊരു ചർച്ച മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രീ ആമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്നുള്ളത്. അതായത് പ്രീ ആമ്പിൾ എന്ന് പറയുന്ന പ്രത്യേകമുള്ള ഒരു സാധനമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. അടുത്തത്, ഈ ഒരു ഭരണഘടനയിൽ മാറ്റം വരുത്താൻ പറ്റും എന്ന് നമുക്കറിയാം. ഈ ഒരു പ്രീ ആമ്പിളിൽ മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്കറിയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിയാമ്പിളിൽ ഇനിയും മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. പക്ഷെ എല്ലാം മാറ്റാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെമോക്രാറ്റിക് ആണ്. അപ്പോൾ നാളെ വരുന്ന ഒരു ഭരണകൂടത്തിന് തോന്നുവാണ്, അതായത് അടുത്തതായിട്ട് വരുന്ന ഒരു ഗവൺമെന്റ് തോന്നുവാണ് ഇവിടെ ഡെമോക്രാറ്റിക് ഇനി വേണ്ട, നമുക്ക് ഡെമോക്രാറ്റിക്കിനെ മാറ്റി ഓട്ടോക്രാറ്റിക്, അതായത് ഓട്ടോക്രാറ്റിക് എന്ന് വെച്ചാൽ ഏകാധിപത്യം, ഓട്ടോക്രാറ്റിക് എന്നാക്കാം.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം ഭരണഘടനയിൽ പറ്റുമോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയാമ്പിളിൽ പറ്റുമോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം പറ്റില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി അതിനൊരു ടേം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭരണഘടനക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ ഭരണഘടന ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു എസെൻസ് ഉണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ. അതിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ഭരണഘടന പറയുന്നത് നമ്മുടെ രാജ്യം ഡെമോക്രാറ്റിക് ആണ്. അപ്പോൾ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ടേമിലൊന്നും നിങ്ങൾക്ക് തൊടാൻ വേണ്ടി പറ്റില്ല. വേണമെങ്കിൽ ഇതിനെ എൻറിച്ച് ചെയ്യാം, കൂടുതലായിട്ട് ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് കൂടി ചേർക്കാം. ബ്രദർഹുഡ് എൻഷുർ ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിൽ എൻറിച്ച് ഒക്കെ ചെയ്യാം, പക്ഷെ ബേസിക് സ്ട്രക്ചറിൽ തൊട്ട് കളിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അമെൻഡ് ചെയ്യാം, പക്ഷെ എല്ലാം മാറ്റി നമുക്ക് തോന്നിയതുപോലെ മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പറ്റത്തില്ല. ബേസിക് സ്ട്രക്ചറിന്, അതിന്റെ ഒരു സ്ട്രക്ചറിനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. വേണമെങ്കിൽ എൻറിച്ച് ഒക്കെ ചെയ്യാം. അടുത്തത് നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ ആണ്. അപ്പൊ ഇതൊരു ആമുഖമാണെന്നറിയാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിൽ ഈക്വാലിറ്റി ഉണ്ടെന്ന്. അപ്പൊ ഇത്തരത്തിൽ പ്രിയാമ്പിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് ഗവൺമെന്റ് ചെയ്തു തരണം എന്ന് പറയുന്നത് നമുക്ക് കോടതിയിൽ പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ലീഗലി എൻഫോഴ്സിബിൾ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ആമുഖം മാത്രമാണ്. അപ്പൊ ഇത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല, നമുക്ക് കോടതിയിൽ പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇതിന് യൂസ് ഉണ്ട്. എപ്പോഴാണ് നമ്മുടെ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു ഭാഗം കൺഫ്യൂസ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ ഇത് അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ പ്രിയാമ്പിൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു വാക്കോ ഒരു സെന്റൻസോ എന്തെങ്കിലും കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ അത് നമ്മൾ ഒത്തുനോക്കും. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന കൺസെപ്റ്റുമായിട്ട് എങ്ങനെയാണ് മാച്ച്? നമുക്കറിയാം ഇവ പ്രിയാമ്പിൾ എന്താണ് പറയുന്നത്, ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് കൊടുക്കുന്നത്, അതിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ആ ഒരു സെന്റൻസ് എന്നൊക്കെ കോടതി ഒത്തുനോക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഈ ഒരു പ്രിയാമ്പിൾ ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കണ്ട കാര്യമാണ്. അതായത് പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ ഒരു മാറ്റം വരുത്തിയതാണ് ആ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയാമ്പിളിൽ ഒരു പ്രാവശ്യം മാറ്റം വരുത്തിയിട്ടുണ്ട്. 1976 42ാമത്തെ അമെന്റ്മെന്റിലാണ്. അപ്പൊ അമെന്റ്മെന്റ് ഒന്ന് ഓർത്ത് നോക്കണം. പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയ അമെന്റ്മെന്റ് 42ാമത്തെ അമെന്റ്മെന്റ് 1976. അപ്പൊ അതിൽ എന്തൊക്കെയാ മാറ്റം വരുത്തിയ? സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് സെക്യുലർ എവിടെയാ ആഡ് ചെയ്തത്? നമ്മുടെ രാജ്യത്തിന്റെ നേച്ചർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നേച്ചറിൽ എന്താണ്? സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി. അപ്പൊ സോഷ്യലിസ്റ്റും സെക്യുലർ ആഡ് ചെയ്തു. പിന്നെ വേറൊരു സ്ഥലത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഫ്രറ്റേണിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ഇന്റഗ്രിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3 മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ചോദിക്കുക, അതായത് 1975 മുമ്പേ ഭരണഘടനയിൽ ഇല്ലാതിരുന്ന വാക്കേത് എന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ വേണമെങ്കിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് നീണ്ടുപോയി, അരമണിക്കൂറിലധികമായി. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ പ്രിയാമ്പിൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ പ്രിയാമ്പിൾ വളരെ സിമ്പിളാണ്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് നമുക്കിപ്പോൾ വളരെ കൃത്യമായ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ അറിയിക്കുക. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അറിയിക്കുക. ഇതൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്നു എന്നത് മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ച്, നമ്മുടെ രാജ്യം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അറിവുണ്ടാവുക എന്നുള്ളത് ഇവിടുത്തെ ഓരോ പൗരന്റെയും അവകാശമാണ്, ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും കൂടെ വേണം. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് കാണാം. നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. പല ആൾക്കാർക്കും ഇതുവരെ പേടി ഉണ്ടായിരുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. ഇനി മുതൽ ആ ഒരു പേടി ആവശ്യമില്ല. ഭരണഘടന വളരെ സിമ്പിളാണ്. നമ്മളത് വിശദമായിട്ട് അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.